ഹായ് ഫ്രണ്ട്സ്, ബാക്കു ബൊലിവാർഡിൽ നിന്ന് നേരെ അണ്ടർഗ്രൗണ്ട് പാസ് വഴി ക്രോസ് ചെയ്ത് പുറത്തെത്തിയപ്പോഴേക്കും ഹെവി സ്നോഫോൾ തുടങ്ങി. കുറച്ചു നേരം അടുത്ത് കണ്ട ബാങ്കിൽ കയറി കുറച്ച് ഡോളർ മന്നത്താക്കി മാറ്റിയെടുത്തു. പിന്നെ നേരെ ഹൈലാൻഡ് പാർക്കിലേക്ക്. ഇതെല്ലാം അടുത്തടുത്താണ്. ഇവിടെ എവിടെയോ ആണ് ഡ്രൈവർ ഞങ്ങളെ ഇറക്കി വിട്ടത്. ഇതാണ് ഹൈലാൻഡ് പാർക്കിന്റെ എൻട്രൻസ്. ഇവിടെ സൈഡിൽ മുകളിലോട്ട് കയറാൻ സ്റ്റെയർസ് ഉണ്ട്. ഇതിനകത്ത് കയറി ഒരു ട്രെയിൻ പോലെയുള്ള ഫുണിക്കുലാറിൽ കയറി മുകളിലോട്ട് പോകണം. 1 മന്നത്താണ് ടിക്കറ്റ് റേറ്റ്. മുകളിൽ നിന്നും താഴെ വരാൻ അവിടെ നിന്നും വേറെ ടിക്കറ്റ് എടുക്കണം. ഇവിടെ എത്തിയപ്പോൾ നിറയെ മഞ്ഞ് തറയിൽ വീണ് കിടപ്പുണ്ട്. തറയൊക്കെ നല്ല മിനുസമുള്ള മാർബിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഐസ് നീക്കം ചെയ്യാനായിട്ട് ജോലിക്കാരുണ്ട്. ഇവിടെയാണ് ഫ്ലെയിം ടവർ ഉള്ളത്. ഇത്ര ഹൈറ്റിലായതുകൊണ്ടാണ് സിറ്റിയിൽ എവിടെ നിന്ന് നോക്കിയാലും ഫ്ലെയിം ടവർ കാണുന്നത്. ഞാൻ വിചാരിച്ചത് ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു പാർക്ക് എന്നായിരുന്നു. പക്ഷേ ഇവിടെ കുറേ ബിൽഡിങ്സും ട്രാൻസ്പോർട്ടേഷനും ഉണ്ട്. അവിടെ താഴെ നിന്ന് ടാക്സി പിടിച്ചും ഇവിടെ വരാൻ പറ്റും. ഇതും ബാക്കു ബൊലിവാർഡ് പോലെ കുറേയേറെ സ്ഥലത്ത് പണിത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ടവർ 3 ബിൽഡിങ്സ് ആണ്. ഫ്ലെയിം പോലെയാണ് അതിൻ്റെ മുകൾ ഭാഗം വരുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 3 ഒരുമിച്ച് കാണുന്നില്ല. പക്ഷെ താഴെ സിറ്റിയിൽ നിന്ന് നോക്കുമ്പോൾ 3 കാണും. രാത്രിയിൽ ഇത് നല്ല ഭംഗിയാണ് കാണാൻ. ഫ്ലെയിമിൻ്റെ മാതൃകയിലുള്ള ലൈറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇവിടുത്തെ ബിൽഡിങ്സ് ആർക്കിടെക്ചറൊക്കെ നല്ല ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ ആർക്കിടെക്ട്സ് ആണ് ദുബായിൽ ബിൽഡിങ്സ് നിർമ്മിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്.
ശരിയാണോന്ന് അറിയില്ല. സ്നോഫോൾ മഴ പെയ്യുന്ന പോലെ ഇടവിട്ടാണ്. ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ പെയ്യാൻ തുടങ്ങി. ഇത് നല്ല ഹൈറ്റുള്ള ഏരിയ ആയതുകൊണ്ട് ഇവിടെ മഞ്ഞെല്ലാം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. എന്തോ ഓർമ്മ വരുന്നേ, ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് ഈ ഏരിയ. സത്യമായിട്ടും അല്ല, ഇങ്ങനെ ഹൈറ്റുള്ള ഒരു സ്ഥലത്തേക്ക് കയറി പോണത്. അത് പക്ഷെ കേരളത്തിൽ തന്നെ ഒരു സ്ഥലമായിട്ടാണ് കാണിക്കണത്. എനിക്ക് പെട്ടെന്ന് ഇത് കണ്ടപ്പോ ഓർമ്മ വന്നു. എന്നിട്ട് ഇങ്ങനെ മേലെ പോയപ്പോ അവിടെ പെട്ടെന്ന് മഞ്ഞ് വീണതൊക്കെ ആയിട്ട് സത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ അവിടെ ലൈവായി പറഞ്ഞ ഒരു വോയിസ് ആണ് കേട്ടോ. ഞാൻ കാണുന്ന പല സ്വപ്നങ്ങളും പിന്നീട് ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ സ്വപ്നം കണ്ടിട്ട് ഏകദേശം 1 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവും. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് പലരും ഇതുപോലത്തെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ചില സിറ്റുവേഷൻസ് ഇതിനു മുന്നേയും സെയിം രീതിയിൽ ജീവിതത്തിൽ കടന്നു പോയതായി തോന്നിയിട്ടുള്ള എത്രയോ പേര് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. നല്ല മിനുസമുള്ള തറയിൽ മഞ്ഞ് വീണ് കിടക്കുകയാണ്. സൂക്ഷിച്ചു കയറിയില്ലെങ്കിൽ പണി പാളും. മുകളിൽ മൊത്തം ഐസാണ്. ജസ്റ്റ് ഒന്ന് നീക്കി വാക്ക് വേ ഉണ്ടാക്കിയിട്ടുണ്ട്.
ഇവിടെ നിന്ന് നോക്കിയാൽ ബാക്കു സിറ്റി മുഴുവനായിട്ട് കാണാം. കാസ്പിയൻ സീ ആണ് ഈ കാണുന്നത്. മക്കളിൽ ഒരാളുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി എനിക്കായത് കാരണം നന്നായി വീഡിയോ പകർത്താനൊന്നും പറ്റിയില്ല. ഞാൻ നോക്കുമ്പോൾ എല്ലാ ആൾക്കാരും ഒരു സൈഡിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടു. കുഞ്ഞിനെ എടുത്ത് മതിയായി ബിബി നേരെ വന്ന വഴിയെ തിരിച്ചു. ഞാൻ പൊന്നൂനെയും കൊണ്ട് പോയി നോക്കിയപ്പോൾ എല്ലാവരും സ്റ്റേഴ്സ് വഴി ഇറങ്ങിപ്പോകുന്നത് കണ്ടു. ഒരുപാട് സ്റ്റെപ്സ് താഴേക്ക് കുത്തനെ ഇറങ്ങണം. കുട്ടികളെ പിടിച്ച് റിസ്ക് ആണ്, എസ്പെഷ്യലി മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട്. ഞങ്ങൾ വളരെ സാവധാനം സൂക്ഷിച്ചാണ് നടന്നിരുന്നത്. കൂടുതൽ ആൾക്കാരും ഗൈഡിന്റെ കൂടെ ഗ്രൂപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. തിരിച്ചു നടന്ന വഴിയിൽ അധികം ആരെയും കണ്ടില്ല. തിരികെ പോകുന്ന നേരം അവിടെ ക്ലീൻ ചെയ്തിരുന്ന ഒരു ലേഡി ബിബിയോട് ക്യാഷ് ചോദിച്ചു. ഇവിടെ ഇങ്ങനെ ചിലരൊക്കെ കാശ് ചോദിക്കും. ഞങ്ങൾ താഴെ എത്തി സ്റ്റേഷന്റെ അകത്ത് കയറാൻ നോക്കിയപ്പോൾ അത് പൂട്ടിയിട്ടേക്കുന്നു. ലഞ്ച് ബ്രേക്ക് ആണ്. അവിടെ ബോർഡിൽ ടൈമിംഗ് എഴുതിയിരുന്നു. വരുന്ന വഴിക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല. അതാണ് എല്ലാവരും സ്റ്റേഴ്സ് വഴി പോയത്. ഇന്നുവിനാണെങ്കിൽ ഷൂവിനകത്ത് വെള്ളം കയറി സോക്സ് നനഞ്ഞ് പാദം നല്ല പെയിനായി, നടക്കാൻ വയ്യ. വേറെ വഴിയില്ലാതെ ടാക്സി പിടിച്ച് ഡെന്നിസ് മാളിൽ പോയി. അവിടെ ഉള്ള ഒരു റെസ്റ്റോറന്റിൽ ലഞ്ച് കഴിക്കാൻ കയറി. ഫുഡ് ഓർഡർ ചെയ്തിട്ട് നോക്കുമ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പുറത്ത് ഡെന്നിസ് മാളിൻ്റെ ടെറസാണ്. കുറേ ആൾക്കാർ അവിടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നു. കാസ്പിയൻ സീ എവിടെ നിന്നും കാണാം. ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഊരി വെച്ച കാര്യം മറന്ന് വീഡിയോ എടുക്കാനായി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. ഒടുക്കത്തെ കാറ്റും ഒപ്പം ഐസായി പോകുന്ന തണുപ്പും. എവിടെ നിന്നൊക്കെയോ ഐസ് കട്ടകൾ താഴെ വീണ് ചിന്നി ചിതറുന്നുണ്ടായിരുന്നു. ഒരു വിധത്തിൽ ഞാൻ വീഡിയോ എടുത്തു. അപ്പോഴേക്കും കൈയൊക്കെ മരവിച്ച് ഒരുവിധമായി. പിന്നെ തിരിച്ചൊരു ഓട്ടമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ആ ട്രാവൽ ഏജൻസിക്കാരെ കോണ്ടാക്ട് ചെയ്തു. ഡ്രൈവറുടെ കാര്യം പറഞ്ഞു. അവർ കോണ്ടാക്ട് ചെയ്യാം, ഇനി ഇങ്ങനെ ഉണ്ടായാൽ അപ്പോൾ തന്നെ അറിയിക്കാൻ പറഞ്ഞു. ഉടൻ തന്നെ ഡ്രൈവറുടെ കോൾ വന്നു. അവർ ഡെന്നിസ് മാളിന് പുറത്തുണ്ടെന്നും ഇറങ്ങിയാൽ വിളിക്കാനും പറഞ്ഞു. ഞങ്ങളെ കണ്ടതും അയാൾ നല്ല കലിപ്പിലായിരുന്നു. അവിടെ നിന്നും വണ്ടിയിൽ കയറ്റി ഓൾഡ് സിറ്റിയിൽ ഇറക്കി നടന്നു പോയി കണ്ടോളാൻ പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ ട്രാവൽ ഏജൻസിയെ കോണ്ടാക്ട് ചെയ്തു.
ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയാതെ നടന്നു ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും അയാൾ വന്നു. ഇതാണ് കേട്ടോ ആ ഡ്രൈവർ. നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം ഉത്തരം പറഞ്ഞ അയാൾ ഞങ്ങളുടെ കൂടെ നടന്നു. ഓൾഡ് സിറ്റി ടൂറിൽ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നതെന്ന് ഞാൻ നോക്കിയിരുന്നില്ല. ഇയാൾ ഒന്നും പറഞ്ഞും തന്നില്ല. ഇതാണ് മെയ്ഡൻ ടവർ. ഇതിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറാം. കുത്തനെയുള്ള കയറ്റമാണ്. ഞങ്ങൾ അകത്ത് കയറിയില്ല. ഞാൻ ഇവിടെയാണ് ഒരുപാട് ആൾക്കാർ ടൂറിനായി ക്യാൻവാസ് ചെയ്യുന്നത് കണ്ടത്. നല്ല ബെസ്റ്റ് റേറ്റിൽ അവർ ടൂർ പ്രൊവൈഡ് ചെയ്യും. ഓൾഡ് സിറ്റിയിൽ എത്തിയപ്പോൾ സ്നോഫോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾ മെയ്ഡൻ ടവറിന്റെ മുന്നിലെത്തിയത് ശക്തിയായി മഞ്ഞ് വീഴാൻ തുടങ്ങി. ഇന്നത്തെ ദിവസത്തിലെ ഏറ്റവും അടിപൊളിയായ മഞ്ഞുവീഴ്ച. എൻ്റെ മുഖത്തെ ആ സന്തോഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? മഞ്ഞിൽ സൂപ്പറായ ഒരു കുളി തന്നെ പാസ്സാക്കി, അതും മെയ്ഡൻ ടവറിന് മുന്നിൽ. മെയ്ഡൻ ടവറിന്റെ മുന്നിൽ തന്നെ ഇങ്ങനെ ഒരു അൺഫോർഗറ്റബിൾ മൊമെന്റ് ശരിക്കും എൻജോയ് ചെയ്തു. ആ മൊമെന്റ് ഒന്ന് ഫാമിലി ആയിട്ടുള്ളത് വീഡിയോ പകർത്താൻ ഫോൺ കൊടുത്തപ്പോൾ അയാൾ പകർത്തിയതാണിത്. അത് കഴിഞ്ഞ് വേറെ എവിടെയും കൊണ്ടുപോയില്ല. നേരെ പോകാമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി. അങ്ങനെ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള മോശം പെരുമാറ്റം ഒഴിച്ചാൽ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു നല്ല ദിവസമായി ഈ ദിവസം മാറി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.